നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ബീന ബാബു. ഞാൻ പത്തനംതിട്ടയിൽ കുമ്പഴ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ കൃപാസനം പത്രം മൂലമാണ് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. എൻ്റെ മകളും ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ വന്നാണ് ആദ്യം ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് ഒരു വസ്തുവുമായുള്ള പ്രശ്നത്തിൻ്റെ രീതിയിൽ അത് നടക്കാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ പേരിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 12/11/2023 എൻ്റെ പേരിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. 20 വർഷത്തിന് മുമ്പേ ഞങ്ങൾ അതിര് കെട്ടിയപ്പം മേളിൽ കുറച്ച് സ്ഥലം ഇതിനെ കെട്ടാൻ പറ്റാതെ മുടക്കിയിട്ടിരിക്കുകയായിരുന്നു കുറച്ച് പേര് കൂടി. അപ്പം ഓരോ വഴി റോഡ് നന്നാക്കൽ വരുമ്പോഴും ആ സ്ഥലം എടുക്കും, ഇനി എടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ സ്ഥലം തന്നെ എടുക്കും. എനിക്ക് അവരെ എല്ലാവരും ഒരേ കെട്ട്, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവസാനം ഒരാൾ വന്ന്, അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങളുടെ വസ്തു ഞങ്ങൾ 12 അടി സ്ഥലം പിടിച്ചെടുക്കും വഴിക്ക് വേണ്ടി. അവരുടേതെല്ലാം അവർ വേലി കെട്ടി ഒരു കടുക് പോലും വഴിക്ക് ഇടാതെ എടുത്തു വച്ചിരിക്കുക. അപ്പം ഞങ്ങളുടെ സ്ഥലം എടുത്താലേ വിശാലമായിട്ട് അവിടെ പറ്റത്തുള്ളൂ, അതുകൊണ്ട് എടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ പലരോടും ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ വിഷമിക്കണ്ട, അങ്ങനെയെങ്ങും ഒരാളുടെ സ്ഥലം അങ്ങനെ അത്രയൊന്നും എടുക്കത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് 2 പേര് വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നു എന്നറിഞ്ഞത്. ഞാനന്നേരം മോള് പുതുക്കാൻ വന്നപ്പോൾ ഞാനും കൂടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചു. 10ാമത്തെ ദിവസം അത് വേലിയിട്ട് സംരക്ഷിക്കുവാൻ ദൈവം സഹായിച്ചു. ഞാൻ പച്ചയും നീലയും തിരിയും ഉടമ്പടി പുസ്തകവുമായിട്ട് അവിടെ ചെന്ന് ഉപ്പിട്ടും അവിടെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും ഞാൻ വേദപുസ്തകമൊക്കെ അവിടെ കൊണ്ട് വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ കാണുമ്പം പാസ്റ്റർ പോകുന്നെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കിയവരുണ്ട്. അത് കുറച്ച് പേരുടെ അത് കൈക്കലാക്കാനുള്ള അപ്പോൾ ഒരു അമ്മച്ചി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അത് ആ വസ്തുവിനെക്കുറിച്ച് അവർക്കൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, പ്രാർത്ഥിച്ച് അവർ വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക, മോള് പോകുമ്പോൾ എന്നെ കണ്ടിട്ടേ പോകാവേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വരാൻ നേരം അവരോട് പോകാമെന്ന് പറഞ്ഞപ്പം പറഞ്ഞു, വേദപുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയതാ ആ വസ്തു കൈക്കലാക്കാൻ കുറച്ച് പേർക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അത് പിന്നെ പ്രാർത്ഥിച്ച് അതിൻ്റെ കാര്യങ്ങൾ എന്തുവാന്ന് വെച്ചാൽ ചെയ്തോണമെന്ന് പറഞ്ഞ് അങ്ങനെ ഉടമ്പടി വസ്തുവിൻ മൂലം അത് ചെയ്ത് അത് വേലി കെട്ടി സംരക്ഷിച്ചു. അത് കഴിഞ്ഞ് 10-25 വർഷത്തോളമായി കാണും മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഉടമ്പടി വസ്തുവിൽ കൃപാസനത്തിലെ ഉടമ്പടി തൈലം തൂത്ത് അതിന് പൂർണ്ണ സൗഖ്യം കിട്ടി. അത് കഴിഞ്ഞ് ഈ ഒരു ഇടത്തെ സൈഡ് ഫുള്ളും ഭയങ്കര വേദനയും പ്രയാസവും തളർന്നു പോകുന്ന വിധത്തിലുള്ള അസ്വസ്ഥതകളും പെരുപ്പും എല്ലാം ഉണ്ടായിരുന്നു, കൈക്കും ചെവിക്കും എല്ലാം, തലകി ഒരു സൈഡ് മാത്രം. അപ്പോൾ അങ്ങനെ ഉടമ്പടി വസ്തു ഉപയോഗിച്ചാണ് അതിന് സൗഖ്യം കിട്ടിയത്. എൻ്റെ മോന് ഷാർജയിലെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഇതിനായിട്ട് അത് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അതും 2ാമത്തെ ടെസ്റ്റിൽ തന്നെ അത് കിട്ടുവാൻ സാധിച്ചു. പിന്നെ എൻ്റെ സഹോദരനെ ഗൾഫിൽ, എൻ്റെ ഒറ്റയാണ് അവനെ. അപ്പോൾ അവന് 1 വർഷം കൊണ്ട് ജോലിയില്ലാതെ വീട്ടിലിരിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി നിയോഗത്തിൽ അതും ചേർത്ത് വെച്ച് അവനെ ഒരു ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ട് അവന് പ്ലംബിംഗ് ജോലി കിട്ടി. അങ്ങനെ എല്ലാ കാര്യങ്ങളും അല്ലാതെ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മയുടെ മധ്യസ്ഥാൽ ഈശോയിൽ നിന്ന് എനിക്ക് മേടിച്ച് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിൽക്കുവാൻ എന്നെ സഹായിച്ചതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് ആശുപത്രികളിലും ബസ് സ്റ്റാൻഡുകളിലും എല്ലാം കൊണ്ട് കൊടുക്കുകയും ഒത്തിരി സ്ഥലങ്ങളിൽ കൊണ്ട് കൊടുക്കുകയും ആഹാരം പിന്നെ അതുപോലെ എന്നെ കഴിയുന്ന വിധത്തിൽ അത്ര വലിയ നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ, അത്രയ്ക്ക് ഇതായിട്ടുള്ളവർക്ക് സാമ്പത്തികമായ ചെറിയ സഹായങ്ങൾ വൃദ്ധസദനങ്ങളിലും ചെന്നും അവർക്കും ആഹാരവും പിന്നെ അല്ലാത്ത ചെറിയ സോപ്പ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും എല്ലാം കൊണ്ടു കൊടുക്കുവാൻ സഹായിച്ചു. പ്രാർത്ഥനാ ജീവിതം എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉടമ്പടി ധ്യാനവും കേൾക്കുകയും കുമ്പസാരിക്കുകയും നേരത്തെയൊക്കെ കടമ തീർത്ത് വേദപുസ്തകമോ പാട്ടുപുസ്തകം ഒന്നും കയ്യിൽ എടുക്കാതെ കാണാപ്പാടം തെറ്റായിട്ടുമൊക്കെ പാട്ട് പാടി അങ്ങനെയൊക്കെയായിരുന്നു. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ടി വി പോലും എടുത്ത് മാറ്റി ആ സമയത്തിരുന്ന് പ്രാർത്ഥിക്കുവാനും
കൊന്ത ചൊല്ലുവാനും ദൈവസന്നിധി കൊന്ത ചൊല്ലലൊന്നും ഞങ്ങൾക്കില്ല ഓർത്തഡോക്സുകാർക്ക്. ഞങ്ങൾക്ക് അപ്പോൾ അങ്ങനെ പറഞ്ഞും കേട്ടും കൊന്തയൊക്കെ ചൊല്ലി അങ്ങനെ എല്ലാ രീതിയിലും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇതിനെല്ലാം അവസരം തന്ന അമ്മയുടെ മാധ്യസ്ഥത്തിനും ഈശോയുടെ കരുണയ്ക്കുമായി കോടാനുകോടി നന്ദി പറഞ്ഞു. നിന്റെ ജീവിതത്തിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ ഉടമ്പടി മാത്രം. പുറപ്പാടിൻ്റെ പുസ്തകം 23:20 ഇതാ, ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു, അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഈ ഒരു അനുഭവം, വാഗ്ദാനത്തിൻ്റെ അനുഭവം, ഇത് ഇന്നും തുടരുകയാണ്. 8850 വാഗ്ദാനങ്ങൾ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുന്നു, ആ വാഗ്ദാനങ്ങൾ എപ്പോഴോ കഴിഞ്ഞു പോയതല്ല, അതിന്നും പച്ചയായ യാഥാർത്ഥ്യമായിട്ട് മനുഷ്യരുടെ കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകളായിട്ട് ഓരോ മക്കളും ഉടമ്പടിയിലൂടെ അനുഭവിക്കുകയാണ്. ബീന സാബു ഇവിടെ പറയുന്നത് അതാണ്. 20 വർഷമായി തങ്ങൾക്ക് അതിർത്തി കെട്ടി തങ്ങളുടെ വസ്തു സംരക്ഷിക്കാനായിട്ട് സാധിക്കാതെ പോകുമ്പോൾ ഉടമ്പടിയിൽ പച്ചയും നീലയും തിരികൾ കത്തിച്ച് വെച്ച് ആ സ്ഥലത്ത് പോയി ഈ മകള് വേദപുസ്തകം വായിക്കുന്നു, അവിടെ ഒപ്പിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നീട് എത്ര പെട്ടെന്ന് അവർക്ക് ആ സ്ഥലം അവരുടെ സ്വന്തമായിട്ട് ഉള്ള സ്ഥലം തന്നെയാണ്, അതവർക്ക് അതിര് കെട്ടുവാനായിട്ട് അവർക്ക് സാധിച്ചു എന്നും 22 വർഷത്തോളമൊക്കെയായി തനിക്കുള്ള മൈഗ്രെയിൻ അത് പരിപൂർണമായും ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ മാറുന്നു. പിന്നീട് മറ്റു കാര്യങ്ങളൊക്കെ ഓരോന്നും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ വർഷങ്ങൾക്കുള്ള ഒരു ഡ്യൂറേഷൻ, അത് നിമിഷ നേരം കൊണ്ട്, അതായത് ഉടമ്പടി എടുത്ത് വളരെ ചുരുക്ക സമയത്തിനുള്ളിൽ അതെല്ലാം കൃപയായിട്ട് മാറുന്നു. അത്രയും നാൾ അനുഭവിച്ചു കൊണ്ടിരുന്ന വർഷങ്ങളുടെ ദൈർഘ്യം ഉടമ്പടിയിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സമയ ചുരുക്കം എന്ന് പറയുക. അങ്ങനെ നമുക്ക് മുമ്പേ ദൂതനെ അയച്ച് വഴിയിൽ ആ ദൂതൻ കാത്തുകൊള്ളുമെന്ന് പറഞ്ഞ് തിരുവചനം അരുളി ചെയ്യുന്ന അനുഭവം ഇന്ന് തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ താൻ അനുഭവിക്കുന്നു. ഓർത്തഡോക്സ് വിഭാഗത്തിലുള്ള മകളാണെന്നും തങ്ങൾക്ക് ജപമാല ഇതൊന്നും കമ്പൽസറി അല്ല, എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ജപമാല പ്രാർത്ഥിക്കുന്നു. അതും കണ്ടിന്യൂസ് ആയിട്ട് ജപമാല പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ ലഭിച്ചു. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ആരാധനകൾ, അതുപോലെ തന്നെ കൃപാസന പത്രം കൊടുക്കുമ്പോഴും കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോഴുമൊക്കെ അത് ഏറ്റവും നല്ല രീതിയിൽ മറ്റാരും ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യരുത്, ഇതാകണം ഉടമ്പടി എടുക്കുമ്പോൾ ഓരോരുത്തരുടെയും ബോധ്യങ്ങളും ചിന്തകളും. ഞാൻ ചെയ്യുന്നത്ര കാരുണ്യ പ്രവൃത്തി അതേ തീഷ്ണതയോടെ ഞാൻ മാത്രം ചെയ്യണം. അങ്ങനെ നാം ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ, അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം വേറിട്ടൊരു വഴികൾ തേടുന്ന വ്യക്തികളാകുമ്പോൾ ചവിട്ടിത്തേഞ്ഞ വഴികളിലൂടെ തന്നെ പോകാതെ ഒരു പുതിയൊരു വഴി അത് നമുക്ക് വേണ്ടിയിട്ട് ഉടമ്പടിയിലൂടെ രൂപപ്പെടുന്നുണ്ട്. അത് മനസ്സിലാക്കി നാം മുമ്പോട്ട് പോകുമ്പോൾ ദൂതനെ മുമ്പേ അയച്ച് നമുക്ക് വേണ്ടി വഴിയൊരുക്കുന്ന കർത്താവിൻ്റെ വഴികളിൽ നമുക്കും കൃപകൾ നേടുവാനാകും. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.